Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും വരുന്ന പാർട്ട് ഡിയിലുള്ള SI ചോദ്യങ്ങൾ, അതുപോലെ തന്നെ പാർട്ട് സിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പാർട്ട് ബിയിൽ 8 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 6 എണ്ണത്തിന് ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് 2 മാർക്ക്, അങ്ങനെ 12 മാർക്ക്. 2 മാർക്സിൻ്റെ ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ വലിയൊരു പേപ്പറാണിത്. ഒരുപാട് ഓപ്ഷൻസ് അവിടെയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കതിൽ 8 എണ്ണം ഏതാണെന്നുള്ളത് മുഴുവനായിട്ട് പറയാൻ സാധിക്കില്ല. എങ്കിലും സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് നമ്മൾ നൽകുന്നത്. പിന്നെ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ആദ്യമായിട്ട് എക്സാം ഈ ഒരു പാറ്റേണിൽ എഴുതുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഓക്കെ, സോ പിടിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ബേസിക്സ്. മാനേജ്മെന്റ് എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ മാനേജ്മെന്റിൽ നമുക്ക് ആർട്ട്, സയൻസ്, പ്രൊഫഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാനേജ്മെന്റ് ഈസ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്, അല്ലെ പ്രൊഫഷനോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. Then next, ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് നിർബന്ധമായും നോക്കിയിരിക്കണം. ഇനി നെക്സ്റ്റ്, സയന്റിഫിക് മാനേജ്മെന്റ് എന്താണ്? സയന്റിഫിക് മാനേജ്മെന്റ് എന്താണ്? അതുപോലെ തന്നെ അതിൽ നമുക്ക് നോക്കാനുള്ളതാണ് വർക്ക് സ്റ്റഡി എന്താണ്? വർക്ക് സ്റ്റഡി എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ള ഫാറ്റിക് സ്റ്റഡിയോ മോഷൻ സ്റ്റഡിയോ, ഫാറ്റിക് സ്റ്റഡി ഉണ്ട്. അതുപോലെ തന്നെ മോഷൻ സ്റ്റഡി ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായി നോക്കിയിരിക്കണം. നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം, 1 2 വരാം. ഇപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ, യൂണിറ്റി ഓഫ് കമാൻഡ്, ഇതൊക്കെ എന്താണെന്ന് നോക്കണം. സ്കാലർ ചെയിൻ റിപ്പീറ്റഡ് ആണ് കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്പിരിറ്റ് ഡീകോപ്സ്. ദെൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. Centralization and decentralization. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമ്മൾ ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസിൽ 1 2 പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായും പഠിക്കണം. ദെൻ നെക്സ്റ്റ്, പ്ലാനിങ് എന്താണ്? പ്ലാനിങ് എന്താണ്? അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് നോക്കുക. അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്, ഡിസഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്ലാനിൽ ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പോൾ ടാക്ടിക്കൽ പ്ലാൻ എന്താണ്? ദെൻ സ്ട്രാറ്റജിക് പ്ലാൻ എന്താണ്? സ്ട്രാറ്റജിക് പ്ലാൻ എന്താണ്? സോ ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ്, ഓർഗനൈസിങ് എന്താണ്? ഓർഗനൈസിങ് എന്താണ്? അതിൻ്റെ സ്റ്റെപ്സ് നോക്കിയിരിക്കണം.
പ്രതീക്ഷിക്കാം. അതിൽ തന്നെയുള്ളതാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലഗേഷൻ ഓഫ് അതോറിറ്റി പ്രതീക്ഷിക്കാം 2 മാർക്സിന് കേട്ടോ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്? സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്? അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്താണ്? ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്താണ്? 2 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഓർഗനൈസേഷനിൽ തന്നെ നമുക്കറിയാം ഫോമൽ ഓർഗനൈസേഷൻ, ഇൻഫോമൽ. ഫോമൽ ആൻഡ് ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്താണ്? ദെൻ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. ടൈപ്സിൽ അതിൽ നിങ്ങൾ ടൈപ്സ് 4 ഉള്ളത് നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഓക്കെ, എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 4 ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുക. നെക്സ്റ്റ് സ്റ്റാഫിംഗ് എന്താണ്? ദെൻ അതിൽ തന്നെ ജോബ് അനാലിസിസ്, ജോബ് സ്പെസിഫിക്കേഷൻ, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം പ്രതീക്ഷിക്കാം. ജോബ് അനാലിസിസ്, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. ഇനി ജോബ് ഡിസൈനും കൂടി നോക്കാം കേട്ടോ. ജോബ് ഡിസൈൻ എന്താണ്? ജോബ് ഡിസൈൻ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഡിറക്റ്റിംഗ് എന്താണ്? ഫങ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിലും വരാറുണ്ട്. ഡിറക്റ്റിംഗ്, ഡിറക്ഷൻ എന്താണ്? ദെൻ നെക്സ്റ്റ് മോട്ടിവേഷൻ എന്താണ്? ഡിറക്റ്റിങ്ങിൻ്റെ ബേസിക്സ് നോക്കുക. അതുപോലെ തന്നെ മോട്ടിവേഷൻ 3 കാര്യങ്ങളാണ്. മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, ഇതൊക്കെ എന്താണെന്ന് ചോദിക്കും. ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന നെക്സ്റ്റ് കാര്യങ്ങളും നമുക്ക് നോക്കണം. അതിൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ എബ്രഹാം മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി. ഇപ്പോൾ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഉണ്ട്. നീഡ് ഹൈറാർക്കി തിയറി ഉണ്ട്. XY തിയറി മെഗ്രെഗറിൻ്റെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ. മെഗ്രെഗേഴ്സ് എക്സ് ആൻഡ് വൈ തിയറി നോക്കിയിരിക്കണം. മെഗ്രെഗറിൻ്റെ. അപ്പോൾ മോട്ടിവേഷൻ തിയറീസിൽ ഏതെങ്കിലും ഒരാളുടെ പല ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഫോമൽ ഉണ്ട്, ഇൻഫോമൽ ഉണ്ട്. അതിൽ എസ്പെഷ്യലി കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് ഇൻഫോമൽ ഓർഗനൈസേഷൻ. ഇൻഫോമൽ ഓർഗനൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഗ്രേപ്പ് വൈൻ എന്ന് പറയും. ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഫോമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇൻഫോമൽ കമ്മ്യൂണിക്കേഷന് നമ്മൾ ഗ്രേപ്പ് വൈൻ കൂടി പറയും. ഗ്രേപ്പ് വൈൻ. അപ്പം അത് നോക്കണം കേട്ടോ. ഇനി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ ചോദിക്കാറുണ്ട്. പിന്നെ കൺട്രോളിങ് എന്താണ്? അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്.
ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ബഡ്ജറ്ററി കൺട്രോളോ, ബഡ്ജറ്റ് എന്താണ്, ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്ററി കൺട്രോൾ, ബഡ്ജറ്റ് എന്താണെന്ന് കൺട്രോളിങ് ടെക്നിക്സ് ഉണ്ട് അതിൽ. ബഡ്ജറ്റ് ജസ്റ്റ് നോക്കുക. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് കൺസെപ്റ്റ് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. 2 മാർക്സിൻ്റെ കേസിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് വരാൻ സാധ്യതയുള്ളത്, എസ്പെഷ്യലി ഈ ഒരു പേപ്പറിൽ. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ അതിൽ ആദ്യം പ്രതീക്ഷിക്കുന്നത് മാനേജ്മെൻറ്റ് എന്താണ്, മാനേജ്മെൻറ്റ് ഈസ് ആർട്ട് ആൻഡ് സയൻസ് ബോത്ത്, അതുപോലെ തന്നെ പ്രൊഫഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ പ്രതീക്ഷിക്കാം. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് നിർബന്ധമായും നോക്കി വയ്ക്കുക. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താണ്, വർക്ക് സ്റ്റഡി, ഫാക്ടിക് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഇതൊക്കെ നോക്കുക. ദെൻ ഡിവിഷൻ ഓഫ് ലേബർ, യൂണിറ്റ് ഓഫ് കമാൻഡ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം, സ്കാലർ ചെയിൻ, എസ്പിരിറ്റ് ഡികോപ്സ്, എസ്പിരിറ്റ് ഡികോപ്സ്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, പ്ലാനിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ടാക്ടിക്കൽ പ്ലാൻ, സ്ട്രാറ്റജിക് പ്ലാൻ, പിന്നെ ഓർഗനൈസിങ് എന്താണ്, സ്റ്റെപ്സ്, ഡെലഗേഷൻ ഓഫ് അതോറിറ്റി, പിന്നെ സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്താണ്, ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ്, ലൈൻ ഓർഗനൈസേഷൻ, സ്റ്റാഫിങ്, പിന്നെ ജോബ് അനാലിസിസ്, ജോബ് സ്പെസിഫിക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ ജോബ്, ദെൻ ജോബ് ഡിസൈൻ, ഡിറക്റ്റിംഗ് എന്താണ്, പിന്നെ മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. മോട്ടിവേഷനിലെ ഏതെങ്കിലും ഒരാളുടെ കോൺട്രിബ്യൂഷൻ, മാസ്ലോയോ മെഗ്രഗറോ പിന്നെ ഹേഴ്സ്ബർഗ് ഉണ്ട്. ദെൻ ഫോമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോമൽ, ഗ്രേപ്പ് വൈൻ എന്നും കൂടിയും പറയും. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, കൺട്രോളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ബഡ്ജറ്റ് എന്താണ്, ബഡ്ജറ്ററി കൺട്രോൾ എന്താണ്, പിന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഇതാണ്, ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. നേരത്തെ തന്നെ നമ്മൾ എക്സാം റിലേറ്റഡ് ലൈവ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ദെൻ നമ്മൾ നെക്സ്റ്റ് സെമസ്റ്ററിലെ ക്ലാസ്സസ് ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.